ഇനി KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്ക്. ഇരുളിൻ പുക നീക്കിടാം, കരളിൽ ഹിമപൂച്ചൂടാം, നേരിൻ തിരിനാളമിടാം, പാലിൽ ചിരിത്താരുതിരാൻ, കൈരളിയിൽ ഹൈറുടരാം, ശൈലങ്ങളിലും വിതറാം, തളിരിൻ ചെടി വിത്തുകളാൽ ഹരിതം. KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നമ്മോടൊപ്പം ചേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിലേക്ക് സ്വാഗതം. ആദ്യമായി മർക്കസുമായി ബന്ധപ്പെട്ട് 2-3 ചോദ്യങ്ങൾ അങ്ങേക്ക് മുമ്പിലേക്ക് വെക്കുന്നു. 35 വർഷം മുമ്പ് ലോക പണ്ഡിതരിൽ പ്രമുഖരായ സയ്യിദ് അലവി മാലിക്കി മക്ക കോഴിക്കോട് വരികയും സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി മക്ക കോഴിക്കോട് വരികയും മർഹൂം EK അബൂബക്കർ മുസ്ലിയാർ, EK ഹസൻ മുസ്ലിയാർ, സയ്യിദ് അവൈലത്ത് തങ്ങൾ, ഫസൽ തങ്ങൾ തുടങ്ങി നിരവധി മഹാന്മാരുടെ സാന്നിധ്യത്തിൽ ആരംഭിക്കുകയും ചെയ്ത മർക്കസ് സഖാഫത്ത് സുന്നിയ ഇന്ന് ലോകത്തോളം വളർന്നിരിക്കുന്നു. 35-ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ 35 വർഷത്തിനിടയിൽ ഉസ്താദിന് ഏറ്റവും ഓർമ്മ വരുന്ന സംഭവം ഏതാണ്? എനിക്ക് എപ്പോഴും അന്നും ഇന്നും ഓർമ്മ വരുന്നത് മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ 5000-ത്തിലധികം വിദ്യാർത്ഥികൾ ഒരു പള്ളിയിൽ പഴയ സമയത്ത് ഒരുമിച്ച് കൂടി ജമാഅത്തായി നിസ്കരിക്കുകയും അതിനുവേണ്ടി പള്ളിയിലേക്ക് വരിവരിയായി വരികയും ജമാഅത്ത് കഴിഞ്ഞ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് റൂമുകളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന ഈ കാഴ്ച, അത്രയും നല്ലൊരു കാഴ്ച ലോകത്ത് വേറെ എവിടെയും ഹജ്ജിൻ്റെതും റസൂലുള്ളാഹിന്റെ മദീനത്തും ഒഴിച്ച് ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആ വ്യക്തമായ ദൃശ്യം അതാണ് എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും അധികം സന്തോഷവും ആഹ്ലാദവും ഉണ്ടാക്കുന്ന ഒന്ന്. മറ്റൊന്ന്, ഞാൻ മർക്കസ് തുടങ്ങിയ ആ കാലം മുതൽ സഹീഹുൽ ബുഖാരി ദർസ് നടത്തി വരാറുണ്ട്. അതിന്റെ മുമ്പുമുണ്ട്. 1964 മുതൽ ഞാൻ ദർസ് ആരംഭിച്ചു. അന്ന് മുതൽ സഹീഹുൽ ബുഖാരി ദർസ് നടത്തി പോന്നിട്ടുണ്ട്. ഈ ദർസ് എന്നും നിലനിൽക്കുകയും അതിൽ ഓരോ വർഷവും ആളുകൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്ന സംഭവമാണ് മർക്കസിൽ ഉള്ളത്. മർക്കസ് സഖാഫത്ത് സുന്നിയ നിലവിൽ വന്നതോടുകൂടി ഈ ബുഖാരി ദർസ് പൂർവോപരി പുരോഗമിക്കുകയും ആളുകൾ ധാരാളമായി ആ ദർസിൽ ഹാജരാകുകയും ചെയ്യുന്നത് അത് ഏറ്റവും വലിയ സന്തോഷമാണ്. ജീവിതത്തിൽ ഇൽമുമായി ബന്ധപ്പെട്ട് ദർസ് നടത്തുക ഇതിനേക്കാൾ സന്തോഷമായി മറ്റൊന്ന് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. 35 വർഷം മുമ്പ് സ്ഥാപനങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ, കൃത്യമായി പറഞ്ഞാൽ മർക്കസിന്റെ വരവിന് മുമ്പ്, കേരള മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ, മത, സാമൂഹിക സ്ഥിതി എന്തായിരുന്നു? അതിനു മുമ്പ് ഇന്നത്തതുപോലെ ഒരു വിദ്യാഭ്യാസ രംഗത്തുള്ള മുന്നേറ്റം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ചില പള്ളികളിലും മറ്റു ചില സ്ഥാപനങ്ങളിലും അല്പാൽപമായി ദർസുകളും കോളേജുകളും എല്ലാം ഉണ്ടായിരുന്നു. പള്ളി ദർസുകൾ ധാരാളമായി ഉണ്ട് എന്നത് ശരിയാണ്. നമ്മുടെ പഴയ ആലിമ്യങ്ങൾ ആ കാലത്തോട് അനുയോജ്യമായവർക്ക് പള്ളി ദർസ് നടത്തുകയും ഇനി പ്രചാരണം നടത്തുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരെ നമുക്ക് അനുസ്മരിക്കാം, അവരെ ഒരിക്കലും ആക്ഷേപിക്കേണ്ടതില്ല. അതേസമയം ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മുന്നേറ്റവും അതിൽ പ്രസരവും യുവാക്കളിൽ കടന്നുകൂടുന്ന കാലത്ത് ആധുനിക വിദ്യാഭ്യാസത്തെ വെല്ലുന്ന വിധത്തിൽ
മതവിദ്യാഭ്യാസത്തിന്റെ രംഗത്ത് ചില ആസൂത്രിത പദ്ധതികളും പുതിയ രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടാക്കുക എന്നത് അനിവാര്യമാണ് എന്ന അടിസ്ഥാനത്തിൽ മർക്കസ് സഖാഫത്ത് സുന്നിയ തന്നെയാണ് ഇവിടെ ആദ്യമായി മതഭൗതിക സാങ്കേതിക വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയത്. അത് മുമ്പ് ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിയായ സന്തോഷം ഉണ്ട്. ലോകത്തോളം വളർന്ന മർക്കസ്, ശത്രുവും മിത്രവും എല്ലാവരും ചർച്ച ചെയ്യുന്ന മർക്കസും അതിന്റെ സാരഥിയായ കാന്തപുരം ഉസ്താദും ഇത്ര വളരാൻ കാരണം മഹാനായ ഖുത്ബുൽ ആലം ഷെയ്ഖ് സീമരുല്ലാഹി തങ്ങളുടെ പിന്തുണയും നിർദ്ദേശവുമാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഖുത്ബുൽ ആലം മർക്കസിന്റെ പ്രാരംഭം മുതൽ ഇടപെട്ടത്? ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു സിയം വലിയുള്ളാഹി എന്ന പേരിൽ പ്രസിദ്ധരായ മഹാനവറുകൾ എന്റെ ചെറുപ്പകാലം മുതൽക്ക് ഞാനും അദ്ദേഹവുമായി ബന്ധമുണ്ട്. അദ്ദേഹത്തെ സമീപിക്കുകയും ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ആ നിലയിൽ മർക്കസിന്റെ സ്ഥലം ലഭിക്കാൻ വരെ പ്രയാസമായപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് അബൂബക്കർ മടവൂരി അവരുകളെ ബന്ധപ്പെടുകയും അദ്ദേഹം നിർദ്ദേശിച്ചതനുസരിച്ച് ഞങ്ങൾക്ക് പെട്ടെന്ന് സ്ഥലം ലഭ്യമാവുകയും ചെയ്തു. അങ്ങനെ ആ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപന കർമ്മം പോയി പറയുകയും കഴിക്കുകയും ചെയ്തു. മനസ്സുകൊണ്ട് ഞാൻ വരും, ഒരിക്കലും ശരീരം കൊണ്ട് ഇപ്പോൾ ഹാജരാവേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ തിരിച്ചു പോകണം. അന്ന് മുതൽ നമുക്ക് എല്ലാവിധ രംഗത്തും മർക്കസിന്റെ മുഴുവൻ ആവശ്യങ്ങളിലും അവിടുത്തെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ മർക്കസിൽ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള നിരവധി അറിയപ്പെട്ട ഔലിയാക്കളും അറിയപ്പെടാത്ത ഔലിയാക്കളും ഫലഹീങ്ങളും വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനാ ഫലവും ഇവിടെ കാണുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മഅദനി വിഷയ സംബന്ധമായ ഒരു ചോദ്യം. കേരള മുസ്ലിങ്ങളുടെ അവസാന വാക്കായ ആത്മീയ ഗുരു ഉസ്താദ് അവർകൾ വിചാരണ തടവുകാരനായി ബാംഗ്ലൂർ പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅദനിയെ സന്ദർശിക്കുകയും അദ്ദേഹത്തിന്റെ അവസ്ഥ നേരിൽ അറിയുകയും ചെയ്തു. അതോടൊപ്പം കർണാടക മുഖ്യമന്ത്രിയെ കണ്ട് നിരപരാധിയായ മഅദനിയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവമാണ്. അവിടെ ചെന്നപ്പോൾ മഅദനിയെയും കർണാടക മുഖ്യമന്ത്രിയെയും സന്ദർശിച്ചപ്പോൾ ഉണ്ടായ അനുഭവം ഒന്ന് വിവരിക്കാമോ? മുഖ്യമന്ത്രിയെ മാത്രമല്ല ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി കൂടിയായ ആളെയും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഞങ്ങളുടെ ആവശ്യം അനുഭാവപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്. അഥവാ മഅദനിയുടെ പ്രശ്നം കോടതിയിൽ നിൽക്കുന്നതാകയാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു വിധി പറയാൻ ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറയുമ്പോൾ അത് ഞങ്ങൾക്കും അറിയാവുന്ന കാര്യമാണെന്നും അതേസമയം നിങ്ങൾ കോടതിയിൽ ഒബ്ജക്റ്റ് ചെയ്യാതെ ഇരുത്തണമെന്നുമാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ആ പ്രകാരം അദ്ദേഹത്തിന്റെ ജാമ്യം ലഭിക്കുന്നത് ഒരിക്കലും ഗവൺമെന്റ് ഒബ്ജക്ഷൻ പുറപ്പെടുവിക്കുകയില്ല എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അത് പാലിക്കുമെന്ന് നാം ഉറപ്പ് വിശ്വസിക്കുകയാണ്. മഅദനിയെ കണ്ടപ്പോൾ അദ്ദേഹം ഞങ്ങൾ ചെന്ന് കണ്ടതിൽ വളരെ സന്തുഷ്ടനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണിൽ വലത് കണ്ണ് പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇടത് കണ്ണിന് കാഴ്ച കുറഞ്ഞിരിക്കുന്നു. രണ്ട് കിഡ്നി നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മൂക്ക് പൊട്ടി ഒലിച്ചതിന്റെ പേരിൽ അവിടെ കെട്ടുകെട്ടിയിട്ടുണ്ട്, തുണി കൊണ്ട് ചുറ്റിയിട്ടുണ്ട്. വളരെയധികം വംശനായ നിലയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥിതി ഉള്ളത്. പിന്നെ മാതാപിതാക്കളാവട്ടെ 90 വയസ്സോളം എത്തിയവരാണ്. അവരും വലിയ അവശതയിലാണ്. ഭാര്യയും കുട്ടികളും അദ്ദേഹത്തെ കാണാത്തതിലുള്ള വിഷമം അങ്ങനെയും ഉണ്ട്. ആ നിലയിൽ അദ്ദേഹം വളരെയധികം മാനസികമായും ശാരീരികമായും ക്ഷയിച്ചു പോയിട്ടുണ്ട്. ശബ്ദം പോലും